CPM നേതൃത്വത്തെ വെട്ടിലാക്കി ആലപ്പുഴയിലെ മുതിർന്ന നേതാവ് ജി സുധാകരൻ. മന്ത്രി സജി ചെറിയാനും മുതിർന്ന നേതാവ് AK ബാലനും എതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് സുധാകരൻ ഉന്നയിച്ചത്. തന്നെ ഉപദേശിക്കാനുള്ള പ്രായമോ യോഗ്യതയോ സജി ചെറിയാനില്ലെന്ന് ജി സുധാകരൻ തുറന്നടിച്ചു. KPCC പരിപാടിയിൽ പങ്കെടുത്തത് പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന കാര്യം പറഞ്ഞതിനാണ് സുധാകരനെതിരെ പ്രതികരണമുണ്ടായതെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറും പറഞ്ഞു. സുധാകരനെ പാർട്ടി മാറ്റി നിർത്തിയിട്ടില്ലെന്ന് H സലാം MLA പ്രതികരിച്ചു. ഉപയോഗിക്കുന്നവർക്കെതിരാണ് പാർട്ടി. എന്നിട്ടും DC മെമ്പർമാർ, ഏരിയ കമ്മിറ്റി മെമ്പർമാർ, DC മെമ്പർമാർ ഇത് ചെയ്യുമ്പോൾ അതന്വേഷിച്ച് കണ്ട് നടപടി എടുക്കാൻ സജി ചെറിയാന് സമയമില്ല. എന്നെ ഉപദേശിക്കാൻ ചാരി നിന്നോണം പാർട്ടിയോട് ഇല്ല. ഞാൻ പാർട്ടിക്ക് അകത്താണ്. എൻ്റെ വീട്ടിനകത്ത് ഞാൻ ചാരി നിൽക്കേണ്ട കാര്യമില്ല. വെളിയിലുള്ള പുറം വ്യക്തിയെ അത് ആ ബോധം എനിക്കുണ്ട്. സംഘടനാപരമായ കാര്യങ്ങൾ സജി ചെറിയാൻ എന്നെ ഇങ്ങനെ ഉപദേശിക്കാനുള്ള ഒരു നിലവാരം ആയിട്ടുണ്ടെങ്കിൽ കൊള്ളാം. ആണോ എന്നുള്ളത് പരിശോധിക്കട്ടെ. ജി സുധാകരൻ സാവ് KPCCയുടെ ഒരു സാംസ്കാരിക സമിതിയിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം നമ്മുടെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഒക്കെ ദുർബലപ്പെടുത്തുന്ന രൂപത്തിൽ, മോശപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള പ്രതികരണമാണ്. ഒരു പാർട്ടി മെമ്പറായിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹം നടത്താൻ പാടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് സജി ചെറിയാൻ ഒരു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്നൊരു പ്രതികരണം നടത്തിയത്. അതിനെ അങ്ങനെ കണ്ടാൽ മതി, അല്ലാണ്ട് സുധാകരൻ സാവ് ആ രൂപത്തിൽ കാണണ്ട. ജനങ്ങളിത് മനസ്സിലാക്കുന്നവരാണ് എന്താണ് ഇപ്പോൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതിന്റെ കാര്യം എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. ഈ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കും അറിയാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പ് ശ്രീ ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന ഒരാളോട് ഞങ്ങളാരും അങ്ങനെ മറുപടി പറഞ്ഞു പോകേണ്ടതില്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം തന്നിട്ടുണ്ട്. സൈഫ് സൈലാദ്ദീൻ ചേർന്നു. സൈഫ്, ഒരു കാലത്തും തീരാത്ത ഭിന്നതയും വിഭാഗീയതയുമാണ് ആലപ്പുഴ പാർട്ടിയിൽ. ഇതെങ്ങനെ CPM കൈകാര്യം ചെയ്യും? ഇപ്പോൾ H സലാം പറഞ്ഞ് അവസാനിപ്പിച്ച അതിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. സംസ്ഥാന നേതൃത്വം അതിനകത്ത് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ജി സുധാകരന് മറുപടി പറഞ്ഞു പോകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. എറണാകുളം പാർട്ടി സമ്മേളനത്തിന് പിന്നാലെ, സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ തന്നെ പ്രായപരിധിയുടെ പേരിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു. പിന്നീട് അദ്ദേഹം ബ്രാഞ്ചിൽ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോഴും പല പരിപാടികളിലും തന്നെ വിളിക്കുന്നില്ല എന്നുള്ള പരാതി ജി സുധാകരന് ഉണ്ടായിരുന്നു. സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് തന്നെ ആ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പരസ്യമായ വിമർശനങ്ങളിലേക്ക് ആലപ്പുഴയിലെ പാർട്ടി നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിയ പശ്ചാത്തലത്തിലാണ് അതിന് മറുപടി പറഞ്ഞു പോകണം എന്ന നിലപാടിലേക്ക് ജി സുധാകരൻ എത്തിച്ചേർന്നത്. അങ്ങനെ ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ സജി ചെറിയാൻ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി R നാസർ, അതുപോലെ തന്നെ അമ്പലപ്പുഴ MLA H സലാം അടക്കമുള്ള നേതാക്കൾ പരസ്യമായ വിമർശനത്തിന് രംഗത്ത് ഇറങ്ങുമ്പോഴും പക്ഷേ ജി സുധാകരന്റെ പരാതി നമുക്ക് മനസ്സിലാക്കും. പാർട്ടിയിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആലപ്പുഴയിലെ നേതാക്കൾ എങ്ങനെയാണ് അദ്ദേഹത്തിനോടുള്ളൊരു പെരുമാറ്റം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ എങ്ങനെ ഉൾപ്പെടുത്തുന്നു പാർട്ടി പരിപാടികളിൽ എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് KPCCയുടെ വേദിയിൽ പോയിരിക്കാൻ പാടുണ്ടോ? അതെ, അതിനകത്തൊരു പ്രശ്നമുണ്ട്. അതിനകത്ത് ആ പാർട്ടി നേതൃത്വം അതിനകത്ത് ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ പരസ്യമായി ജി സുധാകരനെ അങ്ങനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജി സുധാകരൻ ചെയ്തത് തെറ്റാണെന്ന് സംസ്ഥാനത്തെ ഏതെങ്കിലും നേതാക്കൾ പറയാനുള്ള സാധ്യത കുറവാണ്. ആലപ്പുഴയിലെ പ്രാദേശിക നേതാക്കന്മാർ, ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കന്മാർ അതിനകത്ത് വിമർശനം ഉന്നയിച്ചോട്ടെ എന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത്. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പാർട്ടി വിട്ടുപോകും എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് CPMന്റെ നേതൃത്വം വിചാരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ജി സുധാകരൻ. MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ വിമർശനങ്ങളിലേക്കൊന്നും കടക്കേണ്ടതില്ല, അല്ലെങ്കിൽ നടപടിയിലേക്കൊന്നും നടക്കേണ്ടതില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു പോകട്ടെ